ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് 4നെ കൊണ്ടായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കേണ്ടത് 4ൽ 9, 9ൽ 4 എത്ര തവണ പോകും നോക്കുക. നമുക്കറിയാം 2 തവണ പോകും. 2 × 4 8. 9ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. ഇനി 1ൽ പോകില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3നെ താഴേക്ക് ഇറക്കും. 13 എന്നുള്ള സംഖ്യ, 13ൽ 4 3 തവണ പോകും. 3 × 4 12. 13 12 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. ഇനിയോ നമ്മൾ 8നെ താഴേക്ക് ഇറക്കി. 18ൽ 4 4 തവണ പോകും. 4 × 4 16 2. ഇനി എന്താ ചെയ്യേണ്ടത്? 0ന് താഴേക്ക് ഇറക്കി. 20ൽ 4 എത്ര തവണ പോകും? 5 തവണ പോകും. 5 × 4 20. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 0നെ നമുക്ക് താഴോട്ടേക്ക് ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമ്മളതിനെ നേരെ മേലോട്ട് കയറ്റും, 0. ഓക്കെ, ഇനിയോ അടുത്ത പോയിൻ്റ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ 2നെ താഴേക്ക് ഇറക്കി. ഓക്കെ, ഈ 2ൽ 4 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5നും കൂടെ അതിൻ്റെ കൂടെ ഇറക്കി. ഇപ്പോൾ 2 പേര് ഒരുമിച്ച് നമ്മൾ താഴേക്ക് ഇറക്കുമ്പോൾ മുകളിലൊരു 0 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. 25ൽ 4 എത്ര തവണ പോകും? 6 തവണ പോകും. 6 × 4 24 ശിഷ്ടം 1. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്ത പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത്. 1ൽ 4 പോകാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊരു 0നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, 0. അപ്പോൾ നമ്മൾ മുകളിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. 10ൽ 4 എത്ര തവണ പോകും? 2 തവണ പോകും. 2 × 4 8. ഓക്കെ, 10ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. ഈ 2ൽ 4 പോകാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്തു. 20ൽ 4 5 തവണ പോകും. 5 × 4 20. 20 - 20 0. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 23 45 0 0 6.25 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ.